എടാ മോനെ പൊന്നാനിയ, ഇതാടാ തറവാട്. നിന്റെ ഏട്ടൻ പിച്ചു വെച്ച് നടന്ന നമ്മുടെ തറവാട്. മാസത്തിലൊരിക്കലെങ്കിലും 2 എണ്ണം അടിച്ചു വന്നിട്ട് ഇതിന്റെ മുമ്പിൽ വന്ന് നിന്ന് അകത്തേക്ക് നോക്കി ആ പരനാറിയെ 4 തെറി വിളിച്ചില്ലെങ്കിൽ ഈ ഏട്ടന് ഉറക്കം വരില്ലടാ മോനെ. ആരാണ് ആ പരമനാറിയെന്ന് അറിയോ നിനക്ക്? അതിന് നിനക്കതൊക്കെ പറഞ്ഞ എവിടുന്ന് മനസ്സിലാവാൻ? എന്നാലും വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് ചേട്ടനത് പറയണം. നമ്മുടെ അച്ഛന്റെ ശിങ്കിടിയായിരുന്നു ആ നാറി. അവനാണ് അച്ഛനെ കള്ളൂടി പഠിപ്പിച്ചത്. അച്ഛൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നമ്മുടെ ആ തങ്കക്കുടം പോലുള്ള അമ്മയെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മോനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ അച്ഛനെ കൊണ്ട് അമ്മയെ തല്ലോടിപ്പിച്ചതും ആ നാറിയാ. നാറി. അന്ന് അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ ജർമ്മനിക്ക് പോയതുകൊണ്ട് മോൻ ജർമ്മൻകാരനായിട്ട് ജനിച്ചു. ഈ ചേട്ടൻ ഇന്ത്യയിൽ നേരത്തെ ജനിച്ചുപോയി. എന്നാലും ഒരു കാര്യത്തിൽ നീ ചേട്ടനേക്കാളും ഭയങ്കര ഭാഗ്യവാനാടാ. അമ്മ മരിക്കണവരെ നിനക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയില്ലടാ. എന്തെങ്കിലും മനസ്സിലാവണ്ട നിനക്ക്? മോനെ, മലയാളത്തില് യാ അല്ലാതെ 53 അക്ഷരം വേറെ ഉണ്ട്. ഇടയ്ക്ക് ഒന്ന് മാറ്റി പറയണോ? എന്തെങ്കിലും ആവട്ടെ, ചേട്ടനച്ഛന്റെ കള്ളൂടിയും കണ്ട് ഈ പരമനാറിയുടെ ആട്ടുതുപ്പ് സഹിച്ച് 14 വയസ്സ് വരെ ചേട്ടൻ ഇതിനകത്ത് ജീവിച്ചു. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ദിവസം അവനവന്റെ ഭാര്യ മക്കളുമായി വന്നിട്ട് ഈ ചേട്ടനോട് പറയാ ഇറങ്ങിക്കോളാൻ. ചോദിച്ചപ്പോ അച്ഛന്റെ കടങ്ങള് വീട്ടാൻ അവൻ കൊടുത്ത കാശിന് പകരം അച്ഛൻ അവന്റെ പേർക്ക് എഴുതി കൊടുത്തുന്ന് ഈ വീട്. നിനക്ക് മനസ്സിലാവണ്ടല്ലേ? നിന്റെ ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റായി പോയതുകൊണ്ട് റിവെഞ്ച് എടുക്കാൻ പറ്റിയില്ല. രജനീകാന്തിനെ പോലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കിൽ നേരിട്ട് എന്ന് വെടിവെച്ചു വന്നേനെ. പോലീസ് പിടിക്കില്ലല്ലോ. എന്തായാലും അണ്ണാറക്കടന് തന്നാലായത്. നമ്മളെ പെരുവഴിയിലാക്കിയിട്ട് അവൻ അങ്ങനെ സുഖമായിട്ട് ഇടന്നുറങ്ങണ്ട. ഇന്നൊരു ദിവസമെങ്കിലും അവന്റെ ഉറക്കം നമ്മൾ കളയും. നമുക്ക് റിവെഞ്ച് എടുത്താലോടാ. റിവെഞ്ച് കൊളാക്കോ നീ? ഓ ദൈവമേ, എന്താക്കാവോ? വാ എടോ, ഞാനിവിടെ തനിച്ചാടോ, അതാ പറഞ്ഞത്. അവള് മോളുടെ മരുമോനെ കൂടെ മരുമോനെ വീട്ടിൽ പോയിരിക്കുക. താൻ ആ പൗലോസിന്റെ കയ്യിൽ നിന്ന് ഒരു സ്കോച്ച് സംഘടിപ്പിച്ചോ, ഇങ്ങോട്ട് വാ. അത് റെഡിയാടോ, അല്ലെ തന്നെ ഞാൻ വിളിക്കുവോ? തകപ്പന്റെ സെറ്റപ്പില് രണ്ടട്ടേക്കോട്ട് പോത്തിട്ടുണ്ട്. താ വേഗം ഇങ്ങോട്ട് വാ. ഭഗവാനെ, കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. ആരാണെന്നാണ് ചോദിച്ചത്. നീ ഏതാണോ ചക്ക? നീ എങ്ങനെ ഇതിനകത്ത് കയറി? മനുഷ്യനെ പഠിപ്പിക്കാതെ ഇറങ്ങി പോടാ. പോയോ? അയ്യോ, ഇതെന്താ അന്യഗ്രഹ ജീവിയോ? ചില ടി വി കാണുന്നത് പോലെ. പോയോ? ഇതിനകത്തെങ്ങും ആരാണോ തല്ലിയത്? നീ തോന്നലാണോ? പക്ഷെ മുട്ടുകൈ കയറ്റിയ പോലൊരു വേദന. നീ ചതിച്ച രാഘവന്റെ ആത്മാവ് പ്രതികാര ദാഹിയ നിന്റെ പുറകിലുണ്ട്. ബി കെയർഫുൾ. എത്രയോ വർഷങ്ങളായി എന്റെ ആത്മാവ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ദാഹിച്ചു വലയുകയായിരുന്നു. എന്റെ ആത്മാവിന് കയറിക്കൂടാൻ പറ്റൊരു ദേഹം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. രാഘവേട്ട, ഇങ്ങനൊരു ദേഹമോ? കുട്ടിച്ചാത്തനെ പോലെ. അതേടാ,
ഈ ദേഹം കൊണ്ട് ഈ രാഘവൻ നിന്നോട് പകരം വീട്ടും. എന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി എന്റെ കുടുംബം കുളം തോണ്ടി നിന്നെ വെറുതെ വിടില്ലടാ. നിന്റെ കുടൽമാല പുറത്തെടുത്ത് അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുമടാ. നൂഡിൽസിൽ നിന്ന് ആത്മാവോ? ഓ കൊളാക്കി. കേശവാ സൂക്ഷിച്ച്. ഉപദ്രവിക്കരുത്, എന്ത് വേണേലും ഞാൻ ചെയ്യാം. ഇവന്റെ നിഴലിനും ഈ രൂപാണോ? നിന്റെ കൊരവള്ളി അവിടെ രാഘവ. എന്തൊരു പേടിത്തൊണ്ടേ ഇയാള്. കണ്ണാടിയിൽ ഞാനാ. അയ്യോ നിന്നാ നമ്മള് പേടിക്കുമ്പോ കാത്തിരുന്ന് ബോറടിച്ച് കാണും. അയ്യോ കേശോട്ടാ, എന്തോ ചതിച്ചതേവേ കേശോട്ടാ. ഇത്രയും കാലം ഈ ചേട്ടൻ നെഞ്ചിനകത്തെ തട്ടുംപുറത്തിട്ട് കൊണ്ടു നടന്ന പ്രതികാരമാ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് എന്റെ അനിയൻ അടിച്ചു വരുത്തി കൈ തന്നത്. ഇടിക്കൊയിരോളെ നീ നോക്കി, ഞങ്ങൾ ഏട്ടനും അനിയനും കൂടി അച്ഛന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും. എന്നിട്ട് ഈ കൊച്ചി നഗരത്തിലൊരു വെലസും അല്ലേടാ മോനെ. പിന്നെ ആകാശ് മോനെ, നമ്മളിപ്പോ പോകുന്നത് ഈ കൊയിരോളക്കുട്ടിയുടെ വീട്ടിലേക്കാ. അവിടെ ചെല്ലുമ്പോ മോൻ ചേട്ടനോട് ഒരു കാര്യം ചെയ്യണം. ചെയ്യോ? ആ, ഇവളുടെ അച്ഛനോടേ ഈ കൊയിരോള കുട്ടിയെ ചേട്ടനെ കെട്ടിച്ചേരാൻ പറയണം. പറയോ? ഞങ്ങളുടെ ഇന്ത്യയില് പെണ്ണ് ചോദിക്കുന്നത് ചെക്കന്റെ ബന്ധുക്കളാ. ചേട്ടന്റെ ഒരേ ഒരു ബന്ധു മോനല്ലേ. ആ, നീ എന്തിനത്ര നാണിക്കണേ? അല്ല, ഇനി ഇതെങ്കിലും നീട്ടിക്കൊണ്ടുകൊണ്ട് കാര്യമുണ്ടോന്ന് ആലോചിച്ചതാ. അതാലോചിക്കുന്നതിന് എന്തിനത്ര നാണം? ഞാൻ അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാ. എന്ത് ആദ്യ രാത്രിയാ? ഒന്ന് പോവും. ദൈവമേ, ഇപ്പൊ ഈ ഇടിയാണെങ്കിൽ അപ്പ എന്തിടിയായിരിക്കും? വാവാ ആകാശമേ, വാവാ മോന് ചായ കുടിക്കുന്നോ? ദാമോര 3 ചായ കുടി. ഇപ്പൊ എടുക്കാം. വാ മോനെ. എടാ കുട്ടാ, നീ അറിഞ്ഞോ നിന്റെ അച്ഛന്റെ സിൽബന്തി ആ കേശവനില്ലേ, അയാൾക്ക് ഇന്നലെ രാത്രി വട്ടിളകി ത്രാന്താശുപത്രി കൊണ്ടുപോയത്രേ. നിന്റെ അച്ഛന്റെ ആത്മാവിനെ കണ്ട് പേടിച്ചെന്നാ പറയുന്നത്. കുട്ടിച്ചാത്തന്റെ രൂപത്തിലാ വന്നതെന്ന്. പാവം, ദൈവത്തിന്റെ ഓരോരോ കളികളെ. ഇടിച്ച ആര്? അപ്പൊ ഇവന്മാരായിരിക്കുമല്ലേ ഇവനെ രാത്രി ഇടിച്ചത്. അവന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നണേ. ആരാ മോനെ അവന്മാര്? പറ. ഓഹോ, അപ്പൊ അത് തന്നെ. ഞാൻ ഇപ്പൊ വരാം. ഇത് പ്രതികാര വാരാഘോഷ, റിവെഞ്ച് വീക്ക്. ഓക്കേ?